ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2023-24 അധ്യയന വർഷത്തെ 8th സ്റ്റാൻഡേർഡിലെ വാർഷിക മൂല്യനിർണ്ണയം അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഫസ്റ്റ് നോക്കാം. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഒരു സ്കോർ വീതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. പവിഴമല്ലിപ്പൂക്കൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? എങ്ങനെയാണ് എഴുതുന്നത്? പവിഴമല്ലിപ്പൂക്കൾ. അതെ, പവിഴമല്ലിയുടെ പൂക്കൾ. എന്താണ് ആൻസർ? പവിഴമല്ലിയുടെ പൂക്കൾ. രണ്ടാമത്തെ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. കുഴിയാനയിലാടിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ. ഈ വരികളിൽ സൂചിപ്പിക്കുന്ന ബഷീർ കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? അതെ, എൻ്റെ ഉപ്പൂപ്പൊക്കരാനുണ്ടാർന്ന്, അതുപോലെ തന്നെ പാത്തുമ്മയുടെ ആട്. എൻ്റെ ഉപ്പൂപ്പൊക്കരാനുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്. മൂന്നാമത്തെ ചോദ്യം. മാനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്ന് ഞാൻ ഉര ചെയ്യുന്നു, കേൾക്ക് നീ ബാലക. ഇവിടെ ഉര ചെയ്യുന്നു എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അറിയുന്നു, ആടുന്നു, കേൾക്കുന്നു, പറയുന്നു. ഏതാണ് റൈറ്റ് ആൻസർ? അതെ, ഏതാണ് കൂട്ടുകാരെ? യെസ്, പറയുന്നു. ഇത് തന്നെയല്ലേ കൂട്ടുകാരും എഴുതിയിട്ടുള്ളത്? ഓക്കെ, എന്താണ് ആൻസർ? പറയുന്നു. ഉര ചെയ്യുന്നു എന്ന പദത്തിൻ്റെ അർത്ഥം പറയുന്നു. ഓക്കെ, ദെൻ വേണ്ട, ഞങ്ങൾക്കിരിക്കണമെന്നില്ല. ഇവിടെ വാഴ എത്രയുണ്ട്? അവർ ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ ഇടിവെട്ടേൽക്കുന്നത് പോലെ വൃദ്ധൻ ഞെട്ടിപ്പോയി. ആ വാഴവെട്ട്. വൃദ്ധൻ ഞെട്ടിപ്പോകാൻ കാരണം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? അതെന്താണ്? തൻ്റെ ജീവനായ വാഴകളും വെട്ടേണ്ടി വരും. അതുകൊണ്ടല്ലേ വൃദ്ധൻ ഞെട്ടിപ്പോയത്? അപ്പോൾ വൃദ്ധൻ ഞെട്ടിപ്പോകാനുള്ള കാരണം എന്താണ്? തൻ്റെ ജീവനായ വാഴകളും വെട്ടേണ്ടി വരും. ദെൻ മാതൃക പോലെ എഴുതുക. അർത്ഥിച്ചേൻ, ഞാൻ അർത്ഥിച്ചു. വന്ദിച്ചേൻ, നമുക്ക് എങ്ങനെ എഴുതാം? അതെ, ഞാൻ വന്ദിച്ചു. ദെൻ 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഭാഷാപരമായ അഭംഗി പരിഹരിച്ച് വാക്യം മാറ്റി എഴുതുക. അധ്യാപകൻ പരീക്ഷയിൽ ജയിച്ചതുകൊണ്ടാണ് കുട്ടിയെ അഭിനന്ദിച്ചതിനു കാരണം. നമുക്ക് എങ്ങനെ പരിഹരിച്ച് വാക്യം മാറ്റി എഴുതാം? അതെ, കുട്ടി പരീക്ഷയിൽ ജയിച്ചത് കൊണ്ടാണ് അധ്യാപകൻ അഭിനന്ദിച്ചത്. എങ്ങനെയാണ്? കുട്ടി പരീക്ഷയിൽ ജയിച്ചത് കൊണ്ടാണ് അധ്യാപകൻ അഭിനന്ദിച്ചത്. ഓക്കെ, ദെൻ മിടുക്കത്തെയൻ മെയ്യിൽ തളിച്ചോട്ടെ തീർത്ഥം ബഷീർ എന്ന ബല്യ ഒന്ന്. ഈ വരികളിലെ പ്രയോഗ ഭംഗി വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാർ ഇതിൽ എഴുതേണ്ടത്? അതെ, പ്രയോഗത്തിലെ നർമ്മം എഴുതണം. അതുപോലെ തന്നെ തീർത്ഥം എന്ന പ്രയോഗത്തിലെ സവിശേഷതയും കൂടി എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് അസുഖക്കാരിയായ എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. നെക്സ്റ്റ് നോക്കൂ. കാട്ടുമൃഗങ്ങൾ വിളവ് നശിപ്പിക്കാതിരിക്കാൻ കർഷകർ കൃഷിഭൂമിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. അടിവരയിട്ട പ്രയോഗത്തിന് 2 സന്ദർഭങ്ങളിലുള്ള അർത്ഥമെന്ത് കണ്ടെത്തി എഴുതുക. വേലി കെട്ടിയിരുന്നു, രണ്ടും വ്യത്യസ്ത അർത്ഥമല്ലേ വരുന്നത്? ആദ്യത്തെ വേലി കെട്ടിയിരുന്നു എന്നുള്ള എന്താണ് അർത്ഥമാക്കുന്നത്? അതെ, സുരക്ഷിതത്വത്തിൻ്റെ നിയന്ത്രണമാണല്ലേ. ആദ്യത്തെ വരിയിൽ എന്താണ്? സുരക്ഷിതത്വത്തിൻ്റെ നിയന്ത്രണം. രണ്ടാമത്തെ വരിയിലോ? കൃഷിഭൂമിക്ക് ചുറ്റിലുമുള്ള സംരക്ഷണ വലയമായിട്ടാണ് പറയുന്നത്. എന്താണ് രണ്ടാമത്തെ വരിയിൽ? കൃഷിഭൂമിക്ക് ചുറ്റിലുമുള്ള സംരക്ഷണ വലയം. ആദ്യത്തെ വരിയിൽ സുരക്ഷിതത്വത്തിൻ്റെ നിയന്ത്രണം. ദെൻ 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. എനിക്ക് കുട്ടിക്കാലം ഈ വയസ്സാം കാലത്താണല്ലോ എന്ന് എനിക്ക് തന്നെ ചിരി വന്നു. ഉപ്പു ചുവയ്ക്കുന്ന ചിരി എന്ന പ്രയോഗം കഥാകാരിയുടെ ജീവിതത്തെക്കുറിച്ച് നൽകുന്ന സൂചനകളെല്ലാം എന്തെല്ലാം വിവരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ എഴുതണം? പാഠസന്ദർഭം നമ്മൾ എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ കഥാകാരിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പാഠഭാഗത്തെ സൂചനകൾ വിശദമാക്കിയിരിക്കണം. ഉപ്പു ചവയ്ക്കുന്ന ചിരി എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം വിശദമാക്കി എഴുതണം. അതുപോലെ തന്നെ പാഠഭാഗത്തിലെ മറ്റ് സന്ദർഭങ്ങളും കൂടി എഴുതിയാൽ കൂട്ടുകാർക്ക് 4 സ്കോർ ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ എൻ്റെ കുപ്പായം ഒന്നും നന്നല്ല അമ്മേ, കല്യാണത്തിന് വരുന്ന കുട്ടികൾ കണ്ട പരിഹസിക്കില്ലേ? വലിയൊരു ഉത്തരവാദിത്തം രാമൻകുട്ടി നായർ.
എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? കുപ്പായം. പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുട്ടിയുടെ മാനസികാവസ്ഥ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറിപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? പാഠസന്ദർഭം വിശകലനം ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ എന്താണ്, കഥയിൽ കുട്ടിയുടെ അഭിമാനബോധം വിശദമാക്കിയിട്ടുണ്ടാകണം. ദെൻ പാഠാവസാനം കുട്ടിക്ക് കൈവരുന്ന ആത്മസംതൃപ്തിയും വിശദമാക്കി എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഴ നനഞ്ഞല്ല, മഴ കൊള്ളാത്തയിടത്ത് സുരക്ഷിതമായി നിന്നൊന്നു വിരലൊന്നു നീട്ടിത്തൊട്ടാണ് മഴയെ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഓടിട്ട വീട്ടിലിരുന്ന് കാണണം മഴ, മഴയുടെ ചറുപിറന്നനെയുള്ള വരവ്. ഓടിന്മേൽ വീണ് തട്ടിത്തെറിച്ചുള്ള സംഗീത വിരുന്ന് എനിക്ക് പ്രിയപ്പെട്ടതാണ്. നനയാത്ത മഴ. വ്യത്യസ്തമായ മഴയനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ടല്ലോ. അത്തരമൊരു അനുഭവം വിവരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമ പൂക്കളോടൊപ്പമെന്നമ്മയും തുമ്പ പോലെ. അപ്പോൾ എന്താണ് ആദ്യത്തെ ചോദ്യം? നമ്മൾ ഇപ്പോൾ വായിച്ച ചോദ്യം എന്താണ്? അതൊരു അനുഭവം, അതായത് മഴ അനുഭവം നമ്മളോട് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം കൂട്ടുകാർക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടില്ലേ ഒരു മഴ അനുഭവം? അപ്പോൾ കൂട്ടുകാരുടേതായ രസകരമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അലങ്കാരിക പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മഴ അനുഭവം എഴുതിയിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമ പൂക്കളോടൊപ്പമെന്നമ്മയും തുമ്പ പോലെ. എന്തിനു പൂക്കളം എങ്കിലും മീതയാ നന്മുഖം നമ്മ മുഖം സ്നേഹമായുജ്വലിക്ക്. സൂചനകൾ വിശകലനം ചെയ്ത് കവിയത്രിക്ക് അമ്മയോടുള്ള ആത്മബന്ധം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെയാണ്? നമ്മൾ കവിതയുടെ ആശയം എഴുതണം. അതുപോലെ തന്നെ ഓരോ വരികളിലും വിശകലനം ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ അമ്മയെ തുമ്പപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയതിലെ ഔചിത്യം എഴുതണം. അതുപോലെ തന്നെ അമ്മയുമായുള്ള ആത്മബന്ധം സൂചിപ്പിക്കുന്ന കവിതയിലെ മറ്റു വരികളും കൂടി കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ, ഈ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കാം. എന്നോട് അമ്മ പറഞ്ഞു, കാട്ടിൽ പോകല്ലേ, കൂട്ടുകൂടല്ലേ, മരത്തിൽ കയറല്ലേ. കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയേ ആവൂ. തേൻകനി പറിച്ചു കഴുകി ചെത്തിപ്പൂളി തിന്നാൻ പാകത്തിന് കൊടുക്കരുത്. തേൻകനി. ഇത്തരം ഉപദേശങ്ങളുള്ള നിങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കുക. അതായത് നിങ്ങളുടെ പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാവല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? മുതിർന്നവരുടെ ഉപദേശങ്ങളോടുള്ള പ്രതികരണം വ്യക്തമാക്കിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ പാഠസന്ദർഭത്തിലെ ഉപദേശങ്ങളോടുള്ള പ്രതികരണം, അതുപോലെ മുതിർന്നവരുടെ കരുത്ത്, അധ്വാനത്തിൻ്റെ മഹത്വം എന്നിവയും എഴുതണം. അതുപോലെ തന്നെ പ്രതികരണമായിക്കൊണ്ട് എന്ത് വേണം? കൂട്ടുകാരുടെ സ്വന്തം നിരീക്ഷണം കൂടി ലാസ്റ്റ് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. എനിക്ക് 3 ഷർട്ടും 2 ട്രൗസറും എനിക്ക് 3 ഷർട്ടും 2 ട്രൗസറുമാണുള്ളത്. ഇതെല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ്. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ ചിന്ത. കുപ്പായം. സൂചനകളിൽ നിന്നും അക്കാലത്തെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് ലഭിക്കുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം അതിൽ? അതെ, അന്നത്തെ സാമൂഹിക അവസ്ഥ വിശകലനം ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യം, പട്ടിണി എന്നിവ, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ. ദെൻ ആർഭാടത്തിന് വേണ്ടിയായിരുന്നില്ല വസ്ത്രം, ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി വേണം കൂട്ടുകാരെന്ത് ചെയ്യാൻ? കുറിപ്പ് തയ്യാറാക്കാൻ. ദെൻ 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് വിളിക്കുന്നത്? പ്രഭു, കഴിഞ്ഞ കൊല്ലം മുട്ടയിടാൻ വന്ന മീനുകളെല്ലാം വെള്ളത്തിലെ രാസവിഷം കാരണം ചത്തുപൊന്തിയപ്പോൾ കുറേ മനുഷ്യർ വന്നുകൂടി. രാത്രിയിലാണ് തീയിട്ടത്. എൻ്റെ കൂട്ടുകാരെല്ലാം തീയിൽ കത്തിയെരിഞ്ഞു. ഞാൻ നോക്കി നിൽക്കെ എൻ്റെ പ്രിയതമനും ജീവനോടെ 2 മത്സ്യങ്ങൾ. തന്നിട്ടുള്ള സൂചനകളും കഥയിലെ ആശയങ്ങളും ഉൾപ്പെടുത്തി വികസനം പരിസ്ഥിതി സൗഹൃദമാകണമെന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കുക. എളുപ്പമല്ലേ കൂട്ടുകാരെ? എന്തൊക്കെയാണ് നമ്മളതിൽ എഴുതേണ്ടത്? അപ്പം എന്തൊക്കെ വേണം? അതെ, എഡിറ്റോറിയലിൻ്റെ ഒരു ഘടന പാലിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഉചിതമായ ശീർഷകം കൊടുക്കണം. അതുപോലെ തന്നെ വിഷയത്തിൻ്റെ സമകാലിക പ്രസക്തി വ്യക്തമാക്കണം. ദെൻ പരിസ്ഥിതി സൗഹൃദ വികസനത്തിൻ്റെ ആവശ്യകത വിശകലനം ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ എന്തുണ്ടാകണം? പാഠഭാഗ സന്ദർഭങ്ങളും കൂടി വിശകലനം ചെയ്തിട്ടുണ്ടാകണം. ദെൻ പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ സ്വന്തം നിരീക്ഷണവും കൂടി കൂട്ടുകാരത്തിൽ എഴുതേണ്ടതുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. രാമൻകുട്ടി നായർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരൻ്റെ സംഘം കയറുമ്പോൾ ഞാൻ കൃത്യമായി പനിനീര് തളിച്ചു. വിരുന്നു വന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല.
കുപ്പായം. കുപ്പായം എന്ന ഓർമ്മക്കുറിപ്പ് നൽകുന്ന വായനാനുഭവം ഉൾപ്പെടുത്തി സുഹൃത്തിന് അയക്കാനുള്ള കത്ത് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കത്തിൻ്റെ ഘടന പാലിച്ചിട്ടുണ്ടാവണം അല്ലെ. ഒരു കത്ത് എഴുതുമ്പോൾ എന്താണ്, ഒരു കത്തിൻ്റെ ഘടനയുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ്. ആ ഘടനയിൽ എങ്ങനെ വേണം കത്ത് എഴുതാൻ. അതുപോലെ തന്നെ വായനാനുഭവം ഹൃദ്യമായി അവതരിപ്പിക്കണം. ദെൻ സമാന കൃതികൾ എഴുതിയിട്ടുണ്ടാവണം. ദെൻ ഓർമ്മക്കുറിപ്പിലെ ഹൃദയത്തിൽ പതിഞ്ഞ സംഭവങ്ങൾ പ്രയോഗത്തിൽ, ആഖ്യാനത്തിൽ എന്നിവ അവതരിപ്പിച്ചിട്ടുണ്ടാകണം. ഓർമ്മക്കുറിപ്പിൻ്റെ സമകാലിക പ്രസക്തി കൂടി എന്താണ് നമ്മളിതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓരോ വൃക്ഷത്തെയും ഓരോ ചെടിയെയും ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ വർത്തമാനം പറഞ്ഞാൽ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും മനസ്സിലാകും എന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പിലുള്ള ഒരു ജീവിയെയും കൊല്ലാറില്ല. വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന കവിതയിലെ ആശയങ്ങളും തന്നിട്ടുള്ള സൂചനകളും പ്രയോജനപ്പെടുത്തി ബഷീർ ദിനത്തിൽ അവതരിപ്പിക്കാനുള്ള അനുസ്മരണ പ്രഭാഷണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നല്ലേ അതും. എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പ്രഭാഷണത്തിൻ്റെ ഒരു ഘടനയില്ലേ, ആ ഘടനയിൽ വേണം നമ്മൾ എഴുതാൻ. അതുപോലെ തന്നെ ബഷീർ കൃതികളുടെ പ്രാധാന്യം സവിശേഷതകളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടാകണം. ദെൻ ബഷീർ കൃതികളുടെ പരിസ്ഥിതി സൗഹൃദം വിശകലനം ചെയ്തിട്ടുണ്ടാകണം. ദെൻ ബഷീർ എന്ന ബല്യ ഒന്ന് കവിതയിലെ ആശയം വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ ബഷീർ കൃതികളുടെ സമകാലിക പ്രാധാന്യം വ്യക്തമായിട്ടുണ്ടാകണം. ലാസ്റ്റ് എന്താണ്, കൂട്ടുകാരുടേതായ നിരീക്ഷണം കൂടി അവതരിപ്പിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.